വെൽക്കം ടു മൈ ചാനൽ. കുട്ടികളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ, ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ മോള് കുളിപ്പിക്കാനൊക്കെ തുടങ്ങിയ ടൈം മുതൽ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു. നല്ല ഓയിൽ ഏതാണ് സ്കിന്നിൽ പറ്റിയ ഒക്കെ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ ഒരു 1-2 വീക്സൊക്കെ യൂസ് ചെയ്തപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കണ്ടതാണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഉരുക്ക് വെളിച്ചെണ്ണ പോലത്തെ ഓയിൽസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ചേഞ്ചസും പിന്നെ അവർക്ക് ചെറിയ കുട്ടികൾക്ക് എണ്ണേനേക്കാളും നല്ലത് എനിക്ക് തോന്നിയത് ഈ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് 5 years കഴിഞ്ഞു. സ്കൂളിലൊക്കെ പോകുമ്പോൾ ദിവസം തേക്കാൻ പറ്റുന്നില്ലെങ്കിലും ലീവുള്ള ടൈമിലോ അല്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടോ ഞാൻ തേച്ച് മൊത്തം ബോഡിയിൽ മൊത്തം തേച്ച് ഒരു 10 minutes ഒക്കെ പിടിപ്പിച്ചിട്ടാണ് കഴിക്കാറ്. എനിക്കിത് അവളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവൾക്ക് എങ്ങനെയാണ് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കറിക്ക് വേണ്ടി എടുത്തതാണ്. അതിന് ആവശ്യമുള്ളത് പാലെടുത്തിട്ട് ബാക്കി കറിയിലേക്ക് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തേങ്ങ വേസ്റ്റും ആവില്ല. കയ്യിലിതാ ഒരു പിടി തേങ്ങ എടുത്തിട്ട് നല്ലോണം ഞെക്കി കൊടുത്താൽ അതിന് അത്യാവശ്യം പാല് കിട്ടും കേട്ടോ. കുട്ടികളുടെ ബോഡിയിലേക്ക് അതിന് ഫുൾ തേക്കാനുണ്ടാവും. ഫസ്റ്റ് ഞാൻ ഫേസിലാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഞാൻ ഫേസിലും കാലിലും കയ്യിലും മൊത്തം തേക്കും. ഇതിപ്പോൾ വീഡിയോയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കും ബോഡിയിൽ. ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാലിൽ വീഴുമ്പോഴൊക്കെയുള്ള പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ കാലിൽ, അതൊക്കെ പെട്ടെന്ന് പോവും. പിന്നെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ തലേന്ന് തേച്ച് കൊടുക്കും. അടുത്ത ദിവസത്തേക്ക് നല്ല ബ്രൈറ്റനിങ് തോന്നിക്കും ഫേസ്. ആൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഇത് തേക്കുന്നത്. ഞാൻ ഓരോന്ന് പറഞ്ഞ് സോപ്പ് ഇട്ടിട്ടൊക്കെയാണ് പിടിച്ചു നിർത്തുക. എനിക്കിത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 1 week ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഇനിയൊരു 10 to 15 minutes കഴിഞ്ഞിട്ട് കഴുകി കളയും കേട്ടോ. ഞാൻ പൊതുവെ കുളിക്കുന്നതിന് മുൻപാണ് ചെയ്യാറ്.
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മക്കൾക്ക് മുഖത്തോ ഫേസിലൊക്കെ ദേഹത്തൊക്കെ ഉള്ള പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.